മുഹറത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് മഹാനായ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദം വന്നത് മുഹറം 10-നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. ഞാനൊരു കാര്യം പറയാനായി ഇത് പറയുന്നത്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ പട്ടാളത്തിൽ നിന്ന് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നൈൽ നദി കടന്നപ്പുറമെത്തിയത് മുഹറം 10-നാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടത് മുഹറം 10-നാണ്. ഇങ്ങനെ ഒരുപാട് പ്രാധാന്യം മുഹറം 10-നുണ്ട്. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെയുടെ ഉമ്മത്തിന് മുഹറം 10-മായിട്ടുള്ള ബന്ധം എന്താ? മറ്റു നബിമാർക്കൊക്കെ മുഹറം 10-മായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. മുഹറം 10-നോട് ബന്ധപ്പെട്ടാണ് ഒട്ടുമിക്ക നബിമാരുടെയും ചരിത്രത്തിലെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുഹറം 10-നാണ്. പക്ഷേ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മുഹറം 10-നല്ല. മഹാനായ പ്രവാചകൻ വഫാത്തായത് മുഹറം 10-നല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത് മുഹറം 10-നല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ മുഹറം 10-മായിട്ട് ബന്ധപ്പെട്ട ഗൗരവമായ ഒരു കാര്യങ്ങളുമില്ല. എന്നിട്ട് പിന്നെന്താ റസൂലുള്ള മുഹറം 10-നെ പറ്റി ഇത്ര പ്രാധാന്യപൂർവ്വം പറഞ്ഞത്? ഇത്ര ഗൗരവപൂർവ്വം മുഹറം 10-നെ പറ്റി പറഞ്ഞതെന്താ? അത് അള്ളാഹുവിന്റെ ഹബീബ് മനസ്സിലാക്കിയിരുന്ന ഈ രാജ്യത്തെ, ഈ ലോകത്തെ, ഈ ഉമ്മത്തിലെ മുഴുവൻ ഔലിയാക്കളുടെയും തലയെന്ന് വിശേഷിപ്പിക്കാവുന്ന, മുഴുവൻ ആത്മീയാചാര്യന്മാരുടെയും ഗുരുവെന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്ത് സംഭവിച്ചത് മുഹറം 10-നാണ്. അതാണ് ഈ ഉമ്മത്തിനെ മുഹറം 10-മായി ബന്ധിപ്പിക്കുന്ന കണ്ണി. മറ്റെല്ലാ നബിമാരുടെയും ചരിത്രത്തിൽ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്, രക്തസാക്ഷിത്വം, അത് മുഹറം 10-നാണെന്നുള്ളതാ. അതൊരു ചെറിയ കാര്യമല്ല. മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് രക്തസാക്ഷിത്വം ഉണ്ടായത് ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കഴുത്തറുക്കാൻ വേണ്ടി കൽപ്പന വന്ന് ആ കൽപ്പന പാലിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിലിന്റെ കഴുത്ത് അറുക്കാൻ പോകുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഴുത്ത് താഴ്ത്തി വെച്ചുകൊടുത്ത് കഴുത്തറുക്കാൻ പോകുമ്പോൾ ആ കഴുത്തറുക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ആകാശസീമകളിൽ നിന്നും മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലെ ഒരു ആട്ടുംകുട്ടിയെ കൊണ്ടുവന്നിട്ട് അതിന് പകരം അറുത്തു. അള്ളാഹു പറയുന്നു ഫദൈനാഹു ബിദുബ്ഹിൻ അളീം എന്ന്. മഹാന്മാരായ ആത്മജ്ഞാനത്തിന്റെ അഗാധതകൾ നിറങ്ങിയ ആത്മജ്ഞാനികളായ ഔലിയാക്കളും പണ്ഡിതന്മാരും പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ ഒരാടിനെ കൊണ്ടുവന്നു അറുത്തു, അത് ശരിയാണ്. അത് ഖുർആനിൽ പറയുമ്പോഴും അത് നിഷേധിക്കാതെ തന്നെ പറയുന്നു ബിദുബ്ഹിൻ അളീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റി മാത്രമാണ് അല്ലാഹു തആല ഖുർആനിൽ അളീം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ആരെ പറ്റിയും ഒന്നിനെ പറ്റിയും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അളീം ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. ഈ അളീം എന്ന് പറയുന്നത് ദിബ്ഹൻ അളീം എന്ന ആ സംഭവം അല്ലാഹു തആല ആടിനെ അറുത്ത കാര്യത്തെപ്പറ്റി പറയുമ്പോഴും ആ ഫദൈനാഹു ബിദിബ്ഹിൻ അളീം എന്ന് പറയുന്നത് പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഒരു മഹാസംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണെന്നാണ് വിശുദ്ധ ഖുർആന്റെ ആത്മജ്ഞാനികളായ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ആ മഹാസംഭവം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്താണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസം പൊട്ടിക്കരയേണ്ട ദിവസമല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസം ഇങ്ങനെ കത്തിയൊക്കെ കൊണ്ട് ഇങ്ങനെ കീറിയിട്ട് അടിച്ച് ദേഹമൊക്കെ പൊളിച്ച് നടക്കേണ്ട ദിവസമല്ല. അതൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിനോടുള്ള ഷഹാദത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഏറ്റുവാങ്ങിയതാ. ഒരുപാട് പറയേണ്ട കാര്യമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് ഏറ്റുവാങ്ങിയതാ. എല്ലാവരും പറഞ്ഞു പോകണ്ട എന്ന്. എന്നിട്ടും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യസീദിന്റെ പട്ടാളത്തോട് പോരാടാൻ വേണ്ടി പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയുമായിരുന്നു രക്തസാക്ഷിത്വം കിട്ടുമെന്ന്. മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തിന്റെ തൊട്ടുമുമ്പത്തെ ദിവസം
ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ എടുത്ത് തന്റെ മടിയിൽ വെച്ചുകൊണ്ട്, മോനെ, രക്തസാക്ഷിത്വത്തിന്റെ രക്തത്തിന്റെ മണം നിന്നിൽ നിന്ന് ഞാൻ ആസ്വദിക്കുന്നു എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മാക്കറിയാമായിരുന്ന, ഉമ്മാന്റെ ഉപ്പാക്കറിയാമായിരുന്ന, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ സൂചന കൊടുത്ത ആ മഹോന്നതമായ രക്തസാക്ഷിത്വം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ എന്നേക്കുമായി അമരനായി വാഴുന്നതിന് ലോകത്തെ മുഴുവൻ ഔലിയാക്കളുടെയും ഗുരുവായ, മുഴുവൻ ഔലിയാക്കളും ചെന്നെത്തുന്ന കണ്ണിയായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്, അദ്ദേഹം ഷഹീദായ ദിവസം. അതുകൊണ്ട് തന്നെ മുഹറം 10 ദേഹമൊക്കെ കീറി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ കാണിക്കുന്നവർ ഇസ്ലാമിന്റെ ചരിത്രങ്ങളോട് യാഥാർത്ഥ്യത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ആ മുഹറം 10 വരാൻ പോവാ, സന്ദർഭോചിതമായി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഹുസൈന്റെ പേര് വന്നപ്പോൾ ഓർമ്മ വന്നങ്ങ് പറഞ്ഞതാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിന്റെ ദിവസമായ മുഹറം 10, 9 ഇന്നത്തെ നമ്മുടെ ഈ ഒരുമിച്ചുകൂടലിന്റെ ഓർമ്മയ്ക്കായി പ്രത്യേകം ഞാൻ ഏൽപ്പിക്കുക. മഹാനായ ഹുസൈൻ എന്ന വീരവിപ്ലവകാരി, മഹാനായ ഹുസൈൻ എന്ന അധർമ്മത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും വക്താവായ യസീദിനോട് പോരാടി നിന്ന് ചരിത്രത്തിലെ തുല്യതയില്ലാത്ത പോരാട്ടം നടത്തി തന്റെ സ്വന്തം ശരീരം സമർപ്പിച്ച മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ തല വെട്ടിയെടുത്ത് പ്ലേറ്റിൽ വെച്ചുകൊണ്ട് യസീദിന്റെ കിങ്കരന്മാർ നടന്നുപോയ ആ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തിന്റെ ദിവസമായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ വാഴ്ത്തി പറഞ്ഞിട്ടുള്ള മുഹറം 10, ആ മുഹറം 10, 9 ഈ പ്രാവശ്യം എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ കൊച്ചു സഹോദരന്മാരെല്ലാവരും, എന്റെ ഉമ്മമാരും പെങ്ങന്മാരും പിതാക്കന്മാരും അനുജന്മാരും എല്ലാവരും ഈ മുഹറം 9, 10 ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിക്കണം. അല്ലാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒരു തീരുമാനം എടുക്കും. എന്ത് പറയുന്നു? ശ്രമിക്കൂല്ലേ? പിടിക്കൂല്ലേ? ഇന്നത്തെ ഈ ഒരുമിച്ചുകൂടലിന്റെ ഓർമ്മയ്ക്കായി ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയുന്നതിലൊരു കാര്യ, ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിക്കണം. മുഹറം 9, 10 അല്ലാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അപ്പോ ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവാകാൻ ഭാഗ്യം കിട്ടിയ അലി റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ എന്ന ചരിത്രത്തിലെ എക്കാലത്തെയും വീരനായ രക്തസാക്ഷി, ആ രക്തസാക്ഷിയുടെ പിതാവായ അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകൻ, തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു തആല അൻഹു. ആ അലിയാർ തങ്ങള്, ഞാൻ എന്റെ പഴയ പ്രസംഗത്തിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാലിൽ ഒരമ്പ് തളച്ചു കയറി അലി റളിയല്ലാഹു അൻഹുവിന്റെ. അമ്പ് തളച്ചു കയറിയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ നിന്ന് ആ അമ്പ് ഊരിയെടുക്കാൻ വേണ്ടി സ്വഹാബത്ത് പഠിച്ച പണി 18 നോക്കി. പക്ഷേ കാലിന്റെ അകത്തേക്ക് തളച്ചു കയറിയ അമ്പ് പുറത്തേക്ക് വലിക്കുമ്പോൾ മാംസം ഇങ്ങനെ പീസായിട്ട് മുറിയുന്നത് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ എടുക്കണ്ട എന്ന് പറഞ്ഞു. എങ്ങനെയോ ആ അമ്പ് എടുത്തേ പറ്റുമല്ലോ. അവസാനം അലി റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട നമസ്കാരക്കാർ ശ്രദ്ധിക്കണം, ഞാൻ ഉൾപ്പെടെയുള്ള നമസ്കാരക്കാർ ശ്രദ്ധിക്കണം, നമസ്കരിക്കുന്നവർ ശ്രദ്ധിക്കണം. അല്ലാത്തപ്പോഴൊന്നും പടച്ചവനെ ഓർക്കാൻ പറ്റാറില്ല, പക്ഷെ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ അല്ലാഹുവിനെ ഓർക്കാറുണ്ട്. അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. നമസ്കരിക്കുമ്പോൾ എന്ത് നടന്നാലും അറിയാറില്ല എന്നൊക്കെ പറയാറുള്ള നമ്മൾ ചിന്തിക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, അമ്പ് നിങ്ങളിപ്പോൾ ഊരല്ലേ, വേദന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, അമ്പ് നിങ്ങളിപ്പോൾ ഊരല്ലേ. ദയവായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അമ്പ് എന്റെ പ്രിയപ്പെട്ട സഹാബാക്കളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അമ്പിപ്പോൾ ഊരരുത്. ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിക്കാം, ഞാനൊന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ കൈകെട്ടി കഴിയുമ്പോൾ നിങ്ങൾ അമ്പൂരിക്കൊള്ളുക, ഞാൻ അറിയുകയില്ല. എന്തായി പറയുന്നത്? ഞാൻ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അറിയാതെ പോയി ഊരുകയല്ല. അലിയാര് തങ്ങൾ പറയുകയാ, ഞാൻ നിസ്കരിക്കാം, നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഊരിക്കോ, ഞാൻ അറിയുകയില്ല. അങ്ങനെ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടുകയാ അലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി. ആ നമസ്കാരമുണ്ടല്ലോ, ആകാശത്തെ സൃഷ്ടിച്ച തമ്പുരാൻ, ഭൂമിയെ സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശത്തിലെയും ഭൂമിയിലെയും സർവ്വ അത്ഭുതങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശത്തിൽ വെള്ളിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, അർശിന്റെ കുരിശിന്റെ ലൗഹന്റെ കലമിന്റെ